അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഞാനിവിടെ ഇരുന്നിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സന്തോഷമായൊരു ഇതാണ്, നമ്മൾ ഇന്ന് ഐഫോൺ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴയാണ്, അത് അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, കാറിൽ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ, ഷോറൂമിൽ എങ്ങനെയാണ്, ഏതാണ് കളറ്, എന്താണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മളിന്ന് ഒരു മൊബൈലൊക്കെ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതവിടെ നല്ല വയലും നല്ല ഭംഗിയാണ്. നെല്ലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ പാടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഒരു പുഴ ഒഴുകുന്ന കണ്ടത്. ഫുൾ കലക്ക് വെള്ളം, എന്ത് കലക്കാൻ നോക്കുക, ചായ പോലെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം ഉച്ച സമയമായി. നമുക്ക് ഭുവനേശ്വർ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങിയത്, ഇപ്പോൾ ഒരു 12:30-1 മണിയാകാനായി. അപ്പം നമ്മളെന്നാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഷോപ്പിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. നമ്മൾ മഷ്റൂം കറിയും പിന്നെ വെജിറ്റബിൾ ഡാൽ ഫ്രൈ, അങ്ങനെ പപ്പടം എന്നുള്ള സാധാ നോർമൽ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഹോട്ടലായിരുന്നു. ആ വരുന്ന വഴിക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ നിന്നാണ് ഷോപ്പിംഗ്. ഇപ്പോൾ ഇവിടുത്തെ ഫുഡൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് വെളിയിൽ നിന്ന് കഴിച്ചത്. ഫാസ്റ്റ് ഫുഡൊക്കെ അല്ലേ, അപ്പോൾ അത് വേണ്ട, നോർമൽ ചോറും കറിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ പിന്നെ ഷോപ്പിംഗ് ഒക്കെ ആകുമ്പോൾ താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മാക്സിമം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. നമ്മളിന്ന് ഫുള്ള് രാത്രി 8-8:30 വരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ കുറേ ഷോപ്പിംഗ് അത് ഇതൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് പറയാനാണെങ്കിൽ നമുക്കൊരു ഐഫോൺ വാങ്ങണം. അപ്പോൾ സാംസങ് മൊബൈൽ വാങ്ങാൻ വന്നപ്പോൾ തന്നെ എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറ് ചൂസ് ചെയ്യേണ്ട ഒരു ഇതേ ഉള്ളൂ. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഐഫോൺ നോക്കാൻ തന്നെയാണ്. ഇത് എസ്പ്ലാനറ്റഡ് എന്ന് പറയുന്ന ഒരു ഭുവനേശ്വറിലെ മാളാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട്, ഒരുപാട് നേരത്തെ വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും മൊബൈൽ വാങ്ങാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ സാംസങ് ഗാലക്സി വാങ്ങുമ്പോൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഐഫോൺ വാങ്ങുമ്പോൾ ഞാൻ എന്തായാലും അത് വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ വിചാരിച്ചിട്ടാണ്. ഇത് ഇവിടുത്തെ റിലയൻസ് ഡിജിറ്റലിലാണ്, നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ സാംസങ് വാങ്ങിയത്. അപ്പോൾ അന്ന് ഞാൻ വന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, അയ്യോ ഒരു മൊബൈൽ വാങ്ങിയപ്പോൾ അത് വീഡിയോ എടുക്കണ്ടേന്ന്. അങ്ങനെ അത് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഐഫോൺ വാങ്ങാൻ പോകുമ്പോൾ നിന്നെയും കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. ദൂരെയാണ്, 2 മണിക്കൂർ യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ ഐഫോണ് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ആദ്യം ഐഫോൺ വാങ്ങണം എന്നായിരുന്നു പ്ലാന്. പിന്നെ ചേട്ടൻ ഐഫോൺ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ 2 ഐഫോൺ വീട്ടിൽ വേണ്ട, എന്നാൽ എനിക്ക് സാംസങ് മതി. എനിക്ക് സാംസങ്ങിനോടും ഭയങ്കര ഇതായിരുന്നു. സാംസങ് ഗാലക്സി സാംസങ് 24 അൾട്ര വാങ്ങണം എന്നായിരുന്നു. അപ്പോൾ അന്നോട്ടേ പ്ലാൻ ഉള്ളതാണ് 24. പിന്നെ അത് 25 ആയപ്പോൾ എന്നാൽ ശരി 25 വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കളറ് നമ്മൾ വാങ്ങുന്നത് വൈറ്റാണ്, കാരണം എപ്പോഴും ബ്ലാക്ക് അല്ല വാങ്ങുന്നത്. അപ്പം എന്നാൽ ഈ പ്രാവശ്യം നമുക്കൊരു വൈറ്റിൻ്റെ ഇത് വാങ്ങാമെന്ന് പറഞ്ഞ് വൈറ്റ് ഐഫോൺ 16 Pro Max ആണ്. അപ്പോൾ അടിപൊളി മൊബൈലാണ്, നല്ല ഇതുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം നോക്കി. ചാർജർ ഇതിൻ്റെ ഒരു കുഞ്ഞ് ചാർജറായിരുന്നേ. അപ്പോൾ നല്ല അടിപൊളി ക്യാമറയൊക്കെ കാണുമ്പോൾ നമ്മൾ ഐഫോണിൻ്റെ ക്യാമറ അടിപൊളി. ഈ കളറും നല്ലൊരു ഷെയ്ഡാണ്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ മൊബൈൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ഡാർക്ക് കളറും ഈ ആഷ് കളറൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ വേണ്ടെന്ന് ഇത് മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ചേട്ടന്. അപ്പോൾ അതിൻ്റെ ചാർജർ കണ്ടപ്പോൾ ഭയങ്കര ഒരു കുഞ്ഞേ ചാർജർ കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജർ ഇങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞത്. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടി നോക്കുകയാണ്. അപ്പം ചേട്ടന് വേണ്ടിയിട്ടാണ് ഐഫോൺ വാങ്ങുന്നത്. എനിക്ക് സാംസങ് ഗാലക്സി വാങ്ങിയല്ലോ നേരത്തെ. മൊബൈലൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തായിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂർ എടുത്തു. പിന്നെയും പോയി നോക്കുമ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. പിന്നെയും അങ്ങനെ ഒരു 4 മണിക്കൂറോളം മൊബൈൽ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഇപ്പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്തു.
അപ്പോൾ ആ സമയത്ത് ഞാനും മോനും ഇങ്ങനെ കറക്കാണ്. ഞാനും മോനും പറഞ്ഞു നമുക്ക് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മോന് ടീഷർട്ടൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കറങ്ങി ഈ ട്രെൻഡ്സിലൊക്കെ കയറി അവിടെയൊക്കെ നോക്കി. പിന്നെ മോൻ്റെ പപ്പയൊക്കെ വന്നു. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് കറങ്ങി മെല്ലെ, നമുക്ക് സമയമുണ്ട്, ഒരുപാട് സമയം എടുക്കും മൊബൈലിൻ്റെ ഇത് ശരിയായി കിട്ടാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, മോൻ എന്തെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചെങ്കിലും ഒരുപാട് സമയമായി അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്നത്. മൊബൈലിന് തന്നെ കുറേ സമയമായി അവിടെ, ബോറടിച്ച് മോന്. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കുക്കീസൊക്കെ കിട്ടുന്നത് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഇത് നല്ല റേറ്റാണ് കേട്ടോ. ഇതാണ് ബൺ പോലെയുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമും ഇച്ചിരി ചോക്ലേറ്റൊക്കെ ഇട്ടുന്നതിന് തന്നെ 100-200 രൂപയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് മോന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. എന്നാൽ ഇത് വാങ്ങിയിട്ട് അപ്പം തന്നെ ഹീറ്റ് ചെയ്തിട്ട് അവർ തരും. അപ്പോൾ ആ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങി മോന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇതൊക്കെ നല്ല രസമാണ്, ഇവിടുത്തെ ഈ കാഴ്ചയൊക്കെ. പക്ഷെ മാളിലൊക്കെ ഇത് അറിയാമല്ലോ, ഇത് നല്ല ഭംഗിയാണ്. ആ ചോക്ലേറ്റൊക്കെ മെൽറ്റൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി, ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം മോനും ഞാനും കൂടി അത് കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ, അപ്പം മോൻ അവിടെ നിന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ചോക്ലേറ്റൊക്കെ ആയതുകൊണ്ട് എൻ്റെ വായിലും വെച്ചിരുന്നുണ്ട്, മോനും കഴിക്കുന്നുണ്ട്. മൊബൈൽ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മോനെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ചേട്ടന് കുറച്ച് ഷർട്ടൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന് അങ്ങനെ ഇങ്ങനെയൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുറേ നോക്കി, മോനും 2-3 ടീഷർട്ടൊക്കെ വാങ്ങി. അപ്പോൾ അവനവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ്. കുറേ നേരം അവർക്ക് മക്കൾക്ക് ഇപ്പോൾ കുറേ നേരം നിൽക്കാനും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവനവിടെ ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വാങ്ങി. അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ ബില്ലിങ് ചെയ്തു. ഓരോന്ന് വാങ്ങുന്നിടത്ത് അപ്പോൾ ബില്ലിങ് ആണല്ലോ. എന്നിട്ട് പിന്നെ വേറൊരു അടുത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കം തന്നെയായിരുന്നു. മൊബൈൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോനുള്ള ടീഷർട്ടൊക്കെ നല്ല പെട്ടെന്ന് കിട്ടിയിട്ടോ. അതൊക്കെ നല്ല ചോയ്സ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അതൊന്നും കൺഫ്യൂഷനില്ലാതെ എടുത്തു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനും വിട്ടു. അപ്പോൾ ചേട്ടൻ്റെ ഷർട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ചേട്ടന് അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറേ ഇട്ട് നോക്കി. ഇതവിടെ ഞങ്ങൾ മിററിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഷർട്ടൊക്കെ ഇട്ട് നോക്കി. അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു 2 സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ആ മിററിൽ നോക്കി ഒന്ന് വീഡിയോ എടുത്തതാണ്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ ഈ മോന് ഗെയിം കളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശല്യമായിരുന്നു. അവന് അത് മതി. അപ്പോൾ അവിടെ പോയി ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടു. ഗെയിം കളിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. കുറച്ച് നേരം ഒന്ന് മോൻ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് ആക്കി കുറച്ച് നേരമൊക്കെ അവൻ കളിച്ചു. അപ്പോൾ ഇതൊക്കെ ആ കാഴ്ചയൊക്കെ നമുക്ക്
അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഷർട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ കണ്ണിനൊന്നും ഇഷ്ടമാണില്ല, കുറേ നേരം ആകെ ടയർഡായി. അപ്പോൾ അത് മോനും ആകെ ബോറായി. അപ്പോൾ അവൻ കുറച്ച് നേരം മൊബൈൽ നോക്കുകയാണ്. അപ്പോൾ ഇനി മോനും ഉള്ള ടീഷർട്ടൊക്കെ എടുത്ത് അതുകൂടി നോക്കിയിട്ട് നമ്മൾ താഴേക്ക് പോകും. അപ്പോൾ ഐഫോണൊക്കെ എടുത്ത് മൊബൈലിൻ്റെ ഒക്കെ കണ്ടല്ലോ, ഒരുപാട് സന്തോഷം. അപ്പോൾ മൊബൈൽ വാങ്ങാനാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഒന്ന് ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടില്ല, അടിപൊളി കാഴ്ചയാണ്. ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. ഈ ഗെയിം സെക്ഷനൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മോൻ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. അപ്പം നമ്മൾ ഇനിയും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അത് പുറത്തുനിന്ന് കാണുന്ന ഒരു ഭാഗമാണ് ആ മാളിൻ്റെ ഈ ഒരു ഗുഹ പോലെയൊക്കെ ഇല്ലേ, അങ്ങനെയാണ് അവിടുത്തെ ഡിസൈനൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട്. അപ്പം നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു, മൊബൈൽ വാങ്ങി നമ്മൾ ഇനി പോവുകയാണ്. കുറേ രാത്രിയായി, 9 മണിയൊക്കെ ആകാനായി തോന്നുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് നമ്മൾ പോവുകയാണ്. ആകെ ടയേർഡായിട്ടോ, കാരണം ഇത്രയും സമയമായിപ്പോയി മൊബൈൽ കിട്ടാൻ. അപ്പം നമ്മൾ എല്ലാം വാങ്ങിയിട്ട് ആകെ ടയേർഡായിരിക്കുകയാണ്. വണ്ടിയിലൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ പോവുകയാണ്. അപ്പോൾ രാത്രി കുറേ 9:30 ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിലെത്തുമ്പോൾ നമ്മൾ 12 മണിയൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹോട്ടലിൽ നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് കഴിച്ച ആ ഹോട്ടലിലേക്ക് തന്നെ വന്നു. അപ്പോൾ നാനാണ് നമ്മൾ കഴിക്കുന്നത്. നാൻ എന്ന് പറയുന്ന ഒരു ഇതില്ലേ, പൊറോട്ട പോലത്തെ ഒരിത്, മൈദയും പാലൊക്കെ ചേർത്ത് കുഴക്കുന്ന ഒരു നാൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഈ കണലിൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതും മഷ്റൂം കറിയും പിന്നെ വെള്ളക്കടലേൻ്റെ മസാലയും കിട്ടി. അപ്പോൾ നോൺ വെജ് ഒന്നും ഇപ്പോൾ നമുക്ക് വേണ്ട, നോൺ വെജ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. 10 മണിയൊക്കെ ആയി. വീടെത്തുമ്പോൾ 12 മണിയായിട്ടു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഇതൊന്നുമില്ല, ആകെ ടയേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ടയേർഡായിപ്പോയി. അപ്പോൾ അതാ മോനും ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ഹോട്ടലിൽ തന്നെയാണ് വന്ന് കഴിച്ചത്. അവിടെ നല്ല ഫുഡ് കിട്ടും കേട്ടോ, നല്ല ഫുഡാണ് അവിടുത്തെ. നമ്മളെപ്പോൾ വന്നാലും ഇവിടെയാണ് വന്ന് കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അപ്പം നമ്മൾ ചാർലി ഹോട്ടലിൽ നിന്ന് അവിടുത്തെ ആ ഹോട്ടലിൽ നമ്മൾ കുറേ രാത്രിയായി. ചപ്പാത്തിയും നേരം ഒരുപാടായതുകൊണ്ട് ചപ്പാത്തിയും മഷ്റൂം കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 9:30 വീടെത്തുമ്പോൾ 12 മണിയൊക്കെ കഴിയും. എന്നിട്ട് ഇപ്പോഴല്ലേ രാത്രി ഞാനിവിടെ ഇരുന്നിട്ട് വന്ന് വേറെന്തോ കഴിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ രാത്രി 12 മണിയൊക്കെ ആവും. കിടന്നുറങ്ങുക, പിന്നെ പുതിയ മൊബൈലിൻ്റെ റിവ്യൂ